നമസ്കാരം. വയനാട്ടിലെത്തിയ വിദേശ വനിതയുടെ മരണത്തിൽ ദുരൂഹതകളേറുന്നു. വയനാട്ടിലെ ഒരു സ്വകാര്യ ആയുർവേദ കേന്ദ്രത്തിനെതിരെയാണ് ആരോപണം. വിദേശ വനിതയുടെ മൃതദേഹം ഒരാഴ്ച നിയമവിരുദ്ധമായി ആംബുലൻസിൽ സൂക്ഷിച്ചെന്നാണ് പരാതി വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം 20-ന് പുലർച്ചെയോടെയാണ് കാമറൂൺ സ്വദേശി മോങ്ക്യൂം ക്യാപ്റ്റു പാൽവെളിച്ചം എന്ന ആയുർവേദ യോഗാവില്ല റിസോർട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 മാസം മുൻപാണ് ഇവർ മാനന്തവാടിയിലെ സ്വകാര്യ ആയുർവേദ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി എത്തിയത്. ശേഷം യുവതിയുടെ മൃതദേഹം പിന്നീട് മാനന്തവാടിയിലെ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർക്ക് കൈമാറുകയായിരുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞാണ് ആംബുലൻസ് ഡ്രൈവർ മൃതദേഹം കൊണ്ടുപോയത്. പക്ഷേ ഒരാഴ്ച ആംബുലൻസ് ഡ്രൈവറുടെ വീടിനോട് ചേർന്ന ഷെഡിലാണ് മൃതദേഹം സൂക്ഷിച്ചത്. ഇതിൽ വൻ ദുരൂഹത ഉണ്ടെന്നാണ് പരാതി. മൃതദേഹം 27-ന് കോഴിക്കോട് വെച്ച് എംബാം ചെയ്ത് ബംഗളൂരുവിലേക്കും തുടർന്ന് സ്വദേശത്തേക്കും കൊണ്ടുപോയി. മോങ്ക്യൂം ക്യാപ്റ്റുവിനൊപ്പം സഹോദരിയും ഉണ്ടായിരുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്നാണ് സംശയം. വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് BJPയും യൂത്ത് കോൺഗ്രസും പോലീസിൽ പരാതി നൽകി. മരണം സ്ഥിരീകരിക്കാൻ ആയുർവേദ കേന്ദ്രത്തിൽ അംഗീകൃത ഡോക്ടർമാരുണ്ടായില്ല എന്നും പോലീസിന്റെ സാന്നിധ്യത്തിൽ അല്ലാതെയാണ് മൃതദേഹം ആംബുലൻസ് ഡ്രൈവർക്ക് കൈമാറിയതെന്നും പരാതിയിലുണ്ട്. പക്ഷേ വിഷയത്തിൽ വേറെ ഒരു ദുരൂഹതകളൊന്നും ഇല്ലെന്നാണ് പോലീസിന്റെ വാദം. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നില്ലെന്നും സ്വകാര്യ ആശുപത്രികളെ ബന്ധപ്പെട്ടപ്പോൾ വിദേശ വനിതയായതിനാൽ നിയമപ്രശ്നങ്ങൾ പറഞ്ഞ് അവരും തയ്യാറായില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം വിദേശത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിനാണ് ആംബുലൻസിൽ മൃതദേഹം സൂക്ഷിച്ചതെന്നാണ് ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പറയുന്ന വിശദീകരണം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് കാട്ടി BJPയും യൂത്ത് കോൺഗ്രസും പരാതി നൽകിയിട്ടുണ്ട്.